ഓഫ് ഇന്ത്യയിലെ CPM അക്കൗണ്ട് അനധികൃതമായത് ബാങ്കിന്റെ ക്രമക്കേട് മൂലമെന്ന് ജില്ലാ സെക്രട്ടറി MM വർഗീസ് പറഞ്ഞു. ബാങ്ക് അധികൃതർ പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയതാണ് കാരണം. പാർട്ടിക്കുള്ളത് നിയമപരമായ ഇടപാടുകൾ മാത്രമാണെന്നും MM വർഗീസ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസം പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് ആദായ നികുതി വകുപ്പ് MM വർഗീസിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. തിരഞ്ഞെടുപ്പ് സമയത്താണ് CPM ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും 1 കോടി രൂപ പിൻവലിക്കുന്നത്. പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നിയമവിധേയമായ ചിലവുകൾക്ക് വേണ്ടിയാണ് പണം പിൻവലിച്ചതെന്നാണ് ജില്ലാ നേതൃത്വം പറയുന്നത്. അതേസമയം ബാങ്കിൽ പണവുമായി എത്തിയത് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടെന്നും CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് കൂട്ടിച്ചേർത്തിരുന്നു. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശൂർ ശാഖയിൽ ഹാജരാകണമെന്നും പിൻവലിച്ച 1 കോടി രൂപ കൊണ്ടുവരണമെന്നും വ്യക്തമാക്കി ആദായ നികുതി വകുപ്പിൽ നിന്നും നോട്ടീസ് ലഭിച്ചിരുന്നു. CPM കേന്ദ്ര കമ്മിറ്റിയുടെ പാൻ നമ്പർ ബാങ്ക് ഉദ്യോഗസ്ഥർ തെറ്റായി രേഖപ്പെടുത്തിയെന്നും ബാങ്ക് അധികൃതർക്ക് പറ്റിയ പിശക് മൂലമാണ് അക്കൗണ്ട് മരവിപ്പിച്ചതെന്നും വർഗീസ് പറഞ്ഞു. നികുതി റിട്ടേണിൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കാണിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആദായ നികുതി വകുപ്പ് CPM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യ അക്കൗണ്ട് മരവിപ്പിച്ചത്. 5.8 കോടിയായിരുന്നു ഈ അക്കൗണ്ടിലുണ്ടായിരുന്ന ആകെ തുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇതിൽ 1 കോടി രൂപ ജില്ലാ സെക്രട്ടറി MM വർഗീസ് പിൻവലിച്ചു. ഈ പണമാണിപ്പോൾ തിരിച്ചടയ്ക്കാനായി CPM ഒരുങ്ങിയത്. ഇതിനായി തുക തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MG റോഡിലെ ശാഖയിലെത്തി ചർച്ച നടത്തിയിരുന്നു. വലിയ തുകയുമായി നേതാക്കൾ എത്തിയതിന് പിന്നാലെ ബാങ്ക് അധികൃതർ വിവരം ആദായ നികുതി വകുപ്പിനെ അറിയിച്ചു. ആദായ നികുതി വകുപ്പിന്റെ തീരുമാനം അറിഞ്ഞ ശേഷമാകും ബാങ്ക് പണം സ്വീകരിക്കുക എന്നും അറിയിച്ചിരുന്നു. ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥരോട് കൂടി ചർച്ച നടത്തിയ ശേഷമാണ് തീരുമാനമെടുക്കാനാവൂ എന്നും ബാങ്ക് അധികൃതർ വർഗീസിനെ അറിയിച്ചിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ പിൻവലിച്ച 1 കോടി രൂപ ബാങ്കിൽ തിരിച്ചെടുക്കാനുള്ള CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ശ്രമം ആദായ നികുതി വകുപ്പ് തടയുകയായിരുന്നു. പണം കണക്കിൽപ്പെടാത്തതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ആദായ നികുതി വകുപ്പിന്റെ നടപടി. സംഭവത്തിൽ CPM ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ മൊഴി ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ രേഖപ്പെടുത്തി കഴിഞ്ഞു. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കെയായിരുന്നു ജില്ലാ കമ്മിറ്റി 1 കോടി രൂപ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടിൽ നിന്നും പിൻവലിച്ചത്. ഇത് ചട്ടവിരുദ്ധമാണെന്നായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. പണം ചിലവാക്കരുതെന്ന് നിർദ്ദേശവും നൽകിയിരുന്നു. ഇന്നലെ പണം തിരിച്ചടക്കാൻ എത്തിയപ്പോഴാണ് വീണ്ടും ആദായ നികുതി വകുപ്പിന്റെ ഇടപെടലുണ്ടായത്. കണക്കിൽപ്പെടാത്ത പണമെന്ന് കണ്ടെത്തിയതോടെ CPMന് തുക തിരിച്ചടക്കാനായില്ല. ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത പണം ബാങ്കിൽ സൂക്ഷിച്ചിരിക്കുകയാണിപ്പോൾ. ബാങ്കിൽ എത്തിച്ച പണത്തിന്റെ സീരിയൽ നമ്പർ അടക്കം പരിശോധിച്ച ശേഷമായിരിക്കും ആദായ നികുതി വകുപ്പിന്റെ തുടർ നടപടികളെന്നും അറിയിച്ചിരുന്നു. എന്നാൽ CPMന്റെ പാൻ നമ്പർ കേന്ദ്ര കമ്മിറ്റിയുടെ പാൻ നമ്പറാണ്. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ അക്കൗണ്ടുകളും ഈ പാൻ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുമുണ്ട്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശൂർ ശാഖയിൽ നമ്പർ തെറ്റായി രേഖപ്പെടുത്തി. T എന്നതിന് പകരം ബാങ്ക് J എന്നാണ് പാൻ നമ്പറിൽ രേഖപ്പെടുത്തിയത്. ബാങ്കിന്റെ വീഴ്ചയായിരുന്നതെന്നും അതവർ സമ്മതിക്കുകയും ചെയ്തെന്നും നിയമാനുസൃതമായ അക്കൗണ്ടുകൾ മാത്രമേ CPMന്റെ ജില്ലാ കമ്മിറ്റിക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയിലുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശൂർ ശാഖയിൽ ഇന്നലെ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പിന്റെ തൃശൂർ അസിസ്റ്റന്റ് ഡയറക്ടർ നോട്ടീസ് നൽകിയിരുന്നു. നേരത്തെ പിൻവലിച്ച 1 കോടി രൂപ കൊണ്ടുവരണമെന്നും നോട്ടീസിലുണ്ടായിരുന്നു. അതേസമയം കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരെ വേട്ടയാടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും നിയമപരമായും രാഷ്ട്രീയപരമായും ഇതിനെ നേരിടുമെന്നും MM വർഗീസ് പറഞ്ഞു.